ശ്രീമതി രത്നവല്ലി ചെയർപേഴ്സൺ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി രത്നവല്ലി, ഇതിപ്പോൾ മയക്കുവെടി വെക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ സംഘമെല്ലാം അവിടെയുണ്ടോ? താങ്കൾ ആ പരിസരത്താണോ ഇപ്പോഴുള്ളത്? ഞാനുണ്ടായിരുന്നു, ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. മയക്കുവെടി വെക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. കളക്ടർ അടക്കം, സബ് കളക്ടർ, കളക്ടർ, DFO അടക്കമുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മേലുള്ള ഒരാളും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ മയക്കുവെടി വെക്കാനുള്ള ഉദ്യോഗസ്ഥ സംഘം അവിടെ എത്തിയിട്ടുണ്ടോ? ഇല്ല, കുങ്കി ആനകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. വിക്രം എന്ന ആന അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ മയക്കുവെടിന്റെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ കിട്ടിയിരിക്കുന്നത്. താങ്കൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പുറത്തു നിന്നൊക്കെ ആളുകൾ അവിടേക്ക് വരികയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെയുള്ളവർ നേരിടുന്നുണ്ടോ? തീർച്ചയായും ടൗണിലെത്തുന്ന ആൾക്കാരൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. കുറെ സമയം ഗേറ്റ് അടച്ചു വെച്ചിരുന്നെങ്കിലും ഗേറ്റ് തുറന്നപ്പോ എല്ലാരും തന്നെ അങ്ങോട്ട് വന്നു. ആന അവിടുന്ന് ഗതി മാറി വേറൊരു ഭാഗത്തേക്ക് പോയിരുന്നു. പോയ അടുത്തുനിന്ന് വീണ്ടും ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടെയുള്ളവർ നേരിടുന്നത്? അത് ടൗണുമായിട്ട് അടുത്ത ബന്ധമുള്ള സ്ഥലത്താണ് ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ടൗണിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് വയലുകളിലാണ്. അപ്പോഴേ ഏത് സമയം എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പ്രലോഭിച്ചു കഴിഞ്ഞാൽ ആന ടൗണിലേക്ക് കൂടെ വരികയാണെങ്കിൽ വളരെ ഭീതി പരത്തുന്ന ഒരു സന്ദർഭമായിരിക്കും നടക്കുക. ഈ നിർദ്ദേശങ്ങൾ അധികൃതരൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടാവും. പിന്നെ പോലീസ് പരമാവധി ആൾക്കാരെ മാറ്റി നിർത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് വണ്ടികളൊക്കെ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ കൗതുകം എന്ന നിലയിലൊക്കെ ആളുകൾ വരും, അവരെ എത്ര പറഞ്ഞാലും ഒക്കെ അവർ അനുസരിക്കുക എന്നത് പ്രയാസകരമാണ്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആർക്കും ഏതെങ്കിലും തരത്തിൽ കൃഷിനാശമോ അല്ലെങ്കിൽ വീടിന് കേടുപാടുകളോ കടകൾ നശിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വിവരം? ഒന്നുമില്ല, ഒരു സംഭവം ഇതുവരെ പിന്നെ അക്രമാസക്തമായിട്ടൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ സ്കൂളുകൾക്ക് പിന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് കൊണ്ട് സ്കൂളുകൾക്ക് ഇന്നില്ല, അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഓഫീസുകളും പരമാവധി തുറന്നിട്ടില്ല ടൗണുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളില്. അതുപോലെ എല്ലാവിധ പിന്നെ അനൗൺസ്മെന്റ് വാഹനം ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വണ്ടിക്കും പിന്നെ വണ്ടിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ഈ ആനയുടെ ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ ഏറ്റവും അത്ഭുതകരമെന്നത് ഈ വാഹനങ്ങൾക്ക് സമീപത്ത് കൂടി ആന പോകുന്നത് കാണാം. പക്ഷേ ആ വാഹനത്തെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നില്ല. കൃഷിയിടത്തിലൂടെ, പ്രത്യേകിച്ച് വാഴത്തോട്ടത്തിലൂടെയൊക്കെ ആന പോകുന്നത് കാണാം. അവിടെയും ഈ കൃഷി നശിപ്പിക്കുകയോ വാഴകൾ പിഴുതെറിയുകയോ ഒന്നും ദൃശ്യങ്ങളിൽ എന്തായാലും കാണുന്നില്ല. പക്ഷേ ഭീകര അന്തരീക്ഷം അവിടെ ആന സൃഷ്ടിച്ചിട്ടില്ല. അത് മെല്ലെ കടന്നു പോകുന്നുള്ളൂ. അടുത്തുകൂടെ പോയ ആൾക്കാരെ വരെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞറിഞ്ഞു കേട്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എങ്കിലും ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഉള്ളതല്ലേ? തീർച്ചയായും ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് അവിടെ നിന്ന് മാറ്റാൻ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. സമയം വൈകുന്നത് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ? പക്ഷെ അവിടുന്ന് എത്തേണ്ട താമസം ഉണ്ടല്ലോ. എല്ലാ ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞറിഞ്ഞത്. അവരോട് ചോദിച്ചപ്പോ കളക്ടറുടെ സംസാരത്തൊന്നും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെച്ച് മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നഗരസഭാ ചെയർപേഴ്സൺ ഞങ്ങളോട് പ്രതികരിക്കുന്നത്. CK രത്നവല്ലിയാണ് പ്രതികരിച്ചത്. വരും വാർത്തകളിലും കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമെങ്കിൽ താങ്കളെ ബന്ധപ്പെടാം. ജിൻസ്, എന്തായാലും ജനങ്ങൾക്ക്